എല്ലാവർക്കും ആദം സേറ വ്ളോഗ്സിലേക്ക് സ്വാഗതം. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളിവിടങ്ങളിലെല്ലാം വെള്ളം നല്ലോണം പൊങ്ങിയേ, റോഡിലെല്ലാം വെള്ളമായി. ഞാനാണ്ടോ അങ്ങോട്ടൊക്കെ നല്ലോണം പോയി, അങ്ങോട്ടൊക്കെ കുറേയും കൂടെ വെള്ളമായി. എന്താ ഈ ആറ്റിലോട്ട് പോവുകയാണ്, അവിടെ കൂടെ കാണിക്കാം, വീഡിയോ എടുത്തേ. ഈ വെള്ളത്തിൽ കൂടെ നടന്നു പോകുന്ന വലിയൊരു കാട്. ഉണ്ടോ, ഇവിടം വരെ വെള്ളമായി. ഇനിയിപ്പോൾ റോഡിലോട്ട് കയറാൻ പോവാ. റോഡ് പണിതപ്പോഴത്തേക്ക് ഇച്ചിരി പൊക്കി പണിത കാരണോ, അല്ലെങ്കിൽ ഇപ്പോൾ അങ്ങോട്ട് വെള്ളം ഒഴുകിയാനേ. ആറ്റിൽ വെള്ളം കണ്ടോ, ഇതൊന്നേ എന്നാ പൊക്കമാണെന്നറിയോ. ഇന്നലെ ഇത്രയും പോലും ഇല്ലായിരുന്നു, ഇതിനേക്കാൾ എന്ത് താഴെയായിരുന്നു. ഒറ്റ ദിവസം കൊണ്ട് വെള്ളം ഇത്രയും കയറി. ഞാൻ അങ്ങോട്ടൂടെ പോയി എടുത്ത് കാണിക്കാം വീഡിയോ വെള്ളത്തിൻ്റെ. ഞങ്ങൾ അപ്പാപ്പിയൊക്കെ വലയിട്ടിട്ട് കൊണ്ട് ഇട്ടിരിക്കുക, മൊത്തം ചപ്പ. അവിടെ ഒരു വല കിടപ്പുണ്ട്. വാഴ കുറേ കൂട്ടമായിട്ടാണ് ഇരിക്കുന്നത്. നല്ല കലക്കലായി. ഞാനാണെങ്കിൽ രാവിലെ ബേക്കറി വരെ പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഒരു ചായയും കുടിക്കണം, പിന്നെ ഒരു കടിയും, പിന്നെ ഒരു റസ്ക് കൂടെ വാങ്ങണം. ഒരു പാക്കറ്റ് റസ്ക് വേണ്ട, വല ഇട്ടിരിക്കുന്നത്. ഉപ്പി മാത്രമേ പോയിക്കോളൂ, ബാക്കി മൊത്തം താഴെയാണ്, വെള്ളത്തിൽ മുൻ കിടക്കുക. പറഞ്ഞ റെസ്റ്റിൻ്റെ കാര്യം പറഞ്ഞ് ചെയ്യാൻ അന്നേരം ഭയങ്കര മഴ. എന്നാലും ഇറങ്ങണമെന്ന് കരുതിയതാണ്. അപ്പോൾ പിന്നെ കരുതി ഇറങ്ങിക്കാന്ന് കരുതി. എന്താ ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെ മഴയായിരിക്കും, പിന്നെ മഴ പെയ്യുന്നെന്ന് പറഞ്ഞ് ഇറങ്ങാതിരുന്ന കാര്യത്തിൽ കാര്യമുണ്ട്. അതാണ്ട് അവിടെ ആരണ്ട് വല വെച്ചിരുന്നു, അതും എടുക്കാം. അവിടെ വല, ഈ വട്ടത്തിലുള്ള വല വെക്കത്തില്ലേ, അത് അതിൻ്റെ അവിടെ വീഡിയോ എടുത്തിടാം. എന്ത് പെട്ടെന്ന് വെള്ളമെല്ലാം കയറി ഇതന്നെ ഗതിയായി. ഇനി ബാക്കിയുള്ള മഴ കൂടെ വരുമ്പോൾ എങ്ങനെ ആകുമെന്നു. അവിടെ ആ റോഡിലൂടെ കയറാറായി, കണ്ടോ, നല്ല കാണാവോ. ആ വലയിടുന്ന ഒന്ന് എടുക്കുക വീഡിയോ, നീ വല്ല കിട്ടുന്നൊന്ന് നോക്കട്ടെ. അങ്ങനെ അതിൻ്റെ കൂടെ വീഡിയോ എടുക്കുക. ഇവിടെ ഉണ്ട്, ആ സൈഡുണ്ട്, ആ കാട് കണക്ക് ചെറുതായിട്ട് കിടക്കുന്നത്. അവിടെ തട്ടിയേ വെള്ളം കറങ്ങിയിരുന്ന. ഉണ്ടാവില്ല മീൻ ഒന്നുമില്ലേ, വേണ്ട വല ഇട്ടിരിക്കുന്നു. ചില്ലാനാണ് മൊത്തം. വീഡിയോ ഒരെണ്ണം എടുത്താ. ഇവിടെല്ലാം വെള്ളമായല്ലോ, വേണ്ടേ, മൊത്തം വെള്ളമായി. ഈ റോഡിങ്ങനെ പൊക്കി പണിതുകൊണ്ട് മാത്രമാണ് അങ്ങോട്ട് വെള്ളം കയറാതെ ഇങ്ങനെ നിൽക്കുന്നത്. അല്ല ഇവിടെ ഇപ്പോൾ അങ്ങോട്ട് ഒഴുക്കായിരുന്നല്ലേ. വേണ്ട, അവിടെ കണ്ടോ, ആ കാടിൻ്റെ അവിടെ അവിടെ വന്ന് വെള്ളം തട്ടി ഇങ്ങനെ കറങ്ങി വരുന്നതാണ്. ഇവിടെ കറക്കലങ്ങാവും. ഇവിടെയും വെക്കാം ഒരു വലയും കൂടെ. ഞങ്ങൾ അവിടെ ഒന്ന്, ഇവിടെ രണ്ട്, അവിടെ ഒന്ന് മൂന്നെണ്ണം വെക്കുമായിരുന്നു. അങ്ങോട്ടോടും കൂടെ പോയി എടുത്തിട്ട് വരാം വീഡിയോ. ദൈവമേ, പെരയ്ക്കകത്തൊന്നും കയറാതിരുന്നാൽ മതിയായിരുന്നു. വെള്ളം പെരയ്ക്കകത്ത് കയറി എന്തോ ചെയ്യുന്നു. അതാണ്ട വല ഇട്ടിരിക്കുന്ന രണ്ട്.
ഞങ്ങളുടെ അപ്പാപ്പി നേരത്തെ ഇവിടെ വന്ന് വല എഴുതുമായിരുന്നു. ഇവിടെ ഇട്ടാണ്ടല്ലോ മീൻ കിട്ടണ്ട. ഈ ചെറിയ കാടുകൾ കിടക്കുന്ന കാരണേ പരലും കുറുവ കച്ചിപ്പരല് തൂളി അകത്തെല്ലാം കിട്ടും. നല്ല ഒഴുക്കാണ്, തലക്കലും ഭയങ്കരമാണ്. കാരണം ഇവിടെ ആരാണ്ട് വല ഇട്ടിട്ടുണ്ട്, കുപ്പി കിടക്കുന്നുണ്ട്. വല താന്ന് കിടക്കുന്നതുകൊണ്ടാ കാണാൻ പറ്റാത്തത്. ആ തോടിൻ്റെ അവിടെയും കൂടെ വല കണ്ടിട്ടുണ്ട്, അതൊക്കെ നോക്കിയിട്ട് വരാം. ഇങ്ങോട്ട് വെള്ളം അങ്ങനെയായി. ഇവിടെ എത്താറായി, അങ്ങോട്ടെല്ലാം വെള്ളമായി ഭയങ്കരമായിട്ട്. ഇവിടെ ഞങ്ങൾ ചൂണ്ടയിടുന്നതാ. അവിടെ ഈ ഭാഗത്തെ ആ തോട്ടിലൊക്കെ നല്ലോണം വെള്ളം ഒഴുകാൻ തുടങ്ങി. ചേട്ടാ ആ ഭാഗം കണ്ടോ, ഇവിടെ വല വീശുന്ന ഈ വട്ടത്തിലുള്ള വലയില്ലേ, വീശു വല, അത് ഞാൻ അവിടെയൊക്കെ അപ്പാപ്പി വന്ന് വീശുമായിരുന്നു. പക്ഷേ അപ്പാപ്പിക്ക് ഇപ്പോൾ വലയൊന്നും ഇല്ലാത്ത കാരണം അപ്പാപ്പി വീശുന്നില്ല. ഇവിടെ വല ഇട്ടുണ്ടോ നോക്കട്ടെ. ഈ തോട്ടിലൊക്കെ നല്ലോണം വെള്ളമായി. അപ്പോൾ വല ആരും ഇട്ടിട്ടില്ല. അതുകൊണ്ട് അവിടെ ഇടും വല ഇങ്ങനെ ആ പാലത്തിനടിയില്ലേ, പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ടും ഇടും. ഞാനേ ഇനി ബേക്കറിലോട്ട് പോകട്ടെ. തിരിച്ച് ബേക്കറി പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. അന്നേരം ഈ വെള്ളം പോയി കിടക്കുമ്പോൾ അന്ന് അതിലൂടെ ഒരു വീഡിയോ അങ്ങ് എടുത്തിട്ടാന്ന് കരുതി. ഇനി അങ്ങോട്ടും കൂടെ പോകുന്നുണ്ടേ. ഇത് അങ്ങോട്ട് കുറച്ച് ദൂരം പോകണം ബേക്കറിയുടെ പോകാൻ. അങ്ങനെയാണെങ്കിൽ ആ റോഡ് സൈഡിൽ ഇവിടെ ഒക്കെ നടക്കുമ്പോഴത്തേക്കേ വെള്ളത്തിൻ്റെ അവിടത്തേക്കും കൂടെ എത്തില്ല. നാടെ എൻ്റെ പൂച്ച വന്നാൽ മഴയത്ത് വന്നിരിക്കുന്നത്, അതിനെ ഓടിച്ചു പോട്ടെ. എന്തിനാ പൂച്ച അവിടെ വന്നിരിക്കുന്നത്? വീട്ടിൽ പോയി ഓടാൻ വീട്ടിലും പോ വീട്ടിൽ പോ ഓട് പെട്ടെന്ന് മഴയത്തൂന്ന്. വീട്ടിൽ പോകാൻ മഴ നനയാതെ. നീ ഏത് കറിഞ്ഞാണ് അവിടെ കിടന്നു? വീട്ടിൽ പോകാൻ. ഏതാണ്ട് ഇങ്ങോട്ടും എല്ലാം ഭയങ്കര ഇത്രയും വെള്ളമായി വഴിയിലെല്ലാം കണ്ടോ. ഇനി അങ്ങോട്ടുള്ളവരുടെയാ, ഞങ്ങളുടെ അവിടുത്തെ വീട്ടൊക്കെ വെള്ളം കയറി കാണും. അങ്ങോട്ടുള്ള വീട്ടുകളിലൊക്കെ ഇത്രയായി വെള്ളം. ഈ റോഡ് ഇച്ചിരി വെള്ളം മണ്ണിട്ട് പൊക്കി കാരണം വെള്ളം അങ്ങനെ കയറിയിട്ടില്ല. ഇവിടെ അതൊരു ഭാഗ്യമായിരുന്നു. ഇവിടെ ഇനി ഈ പുഴ നീന്തണമല്ലോ. ഞാനിനി ഈ പുഴ നീന്തണം. ഷൂ എല്ലാം നനഞ്ഞ്. കണ്ടോ, ഷൂ എല്ലാം നനഞ്ഞുണ്ട്. ഈ വഴിയിലോട്ടും അങ്ങ് ഒത്തിരി വെള്ളമായി. കാരണം അങ്ങ് വരെ ഉണ്ട് കണ്ടോ. എന്ത് വെള്ളമോ. അങ്ങോട്ട് പോകുന്നവർക്ക് അവിടെയൊക്കെ താമസിക്കുന്നവർക്കാണ് ബുദ്ധിമുട്ട്. ഇതിലാ നീന്തി പോകണം. അതുമല്ല പെരയ്ക്കകത്തൊക്കെ വെള്ളം കയറും. ഇപ്പോൾ അവരുടെ കാര്യമാണ് കഷ്ടം.
പേരയ്ക്കകത്ത് വെള്ളം കയറിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇനിയിപ്പോൾ അടുത്ത മഴയ്ക്ക് എങ്ങനെ ഇതിനേക്കാളും കഷ്ടമായിരിക്കും. ഇപ്പോഴേ വെള്ളം ഈ ഗതിയായി. ജൂണൊക്കെ ആകുമ്പോഴത്തോളം മഴയ്ക്ക് എന്തോ ചെയ്യാനെന്ന് പറ. അവിടെ വണ്ടി വരുന്നു, മാറിയില്ല. ഓക്കെ, ഞാൻ ബേക്കറി ഇപ്പോൾ ഇറങ്ങിയപ്പോൾ ഞങ്ങൾ വീഡിയോ കണ്ടപ്പോൾ എടുത്തു വെള്ളം പൊങ്ങിയല്ലേ. പിന്നെ അങ്ങോട്ടൂടെ എടുക്കാം. ആ ഭാഗത്തൊന്നും എത്തിയില്ല. ചിലരൊക്കെ ഇതുകൊണ്ടൊക്കെ പാലയില്ലേ അകത്തോടെ തോട്ടിൽ വീശും. ഇവിടുന്ന് മീനകത്തോട് കയറുമ്പോഴത്തേക്ക് അല്ലെ പുറത്ത് ഇവിടെ നിന്ന് വീശുന്ന കാണാം. അങ്ങോട്ടൊക്കെ വീശുന്നുണ്ട്. എന്തായാലും വെള്ളം പൊങ്ങിയതിൻ്റെ വീഡിയോ അങ്ങ് എടുക്കാൻ നിർത്തുവാണേ. എല്ലാവരും മറക്കാതെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആദം സേറ വ്ളോഗ്സ്.